കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ കൂടുതൽ നടപടിക്ക് സാധ്യത. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസൺ അന്വേഷണ വിധേയമായി സസ്പെൻഷനിലാണ്. വിരലിന് പകരം വായിൽ ശസ്ത്രക്രിയ നടത്തിയത് അറിയിച്ചിരുന്നില്ല എന്ന് കുടുംബം വെളിപ്പെടുത്തിയിരുന്നു. അനീഷ് കുമാറാണ് വീണ്ടും ചേരുന്നത്. അനീഷ്, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ അത് നിരവധിയാണ്. വീണ്ടും ഒരു ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു ഒരു 6-ാം വിരൽ നീക്കം ചെയ്യാനെത്തിയ കുഞ്ഞിൻ്റെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയെന്നുള്ളത്. എന്താണ് നിലവിലത്തെ ആ സംഭവത്തിൽ ആരോഗ്യവകുപ്പിൻ്റെയും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെയും ഒക്കെ നിലപാട്? എൽദോ, നേരത്തെയുള്ള കേസുകൾക്ക് അപ്പുറം ഈ കേസ് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി ആരോഗ്യവകുപ്പ് കരുതുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ നടക്കുന്നത്. ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ ഈ കേസിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഒപ്പം ഈ കുടുംബത്തിന്റെ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ട് പ്രിൻസിപ്പലിനെ വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യാൻ എടുക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആരോപണ വിധേയ എന്ന ആ ഡോക്ടറെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിവരം. ഡോക്ടർക്കെതിരെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസൺ അന്വേഷണവിധേയമായിട്ട് സസ്പെൻഷനിലാണ്. പക്ഷേ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. എന്താണെങ്കിലും വിവരങ്ങളാണ് അനീഷ് കുമാർ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്.